ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ സെഷനിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ടൂൾസാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. വാട്സപ്പ് CRM സോഫ്റ്റ്വെയർ. ഒരുപാട് കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പ് CRM സോഫ്റ്റ്വെയർ, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, എങ്ങനെ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, എത്ര രൂപയാണ് അതിന് ചിലവ് വരുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫൈനലി ഞാൻ വാട്സപ്പ് CRM സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തു. നല്ല റിസൾട്ടാണ്. കസ്റ്റമേഴ്സിന് നല്ല ഫീഡ്ബാക്കാണ്. കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വാട്സപ്പ് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ഓൺലൈനായും ഓഫ്ലൈനായും ബിസിനസ് ചെയ്യുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവരെ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ടാസ്ക് പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്കൊരു കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ടും മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്, ഒരു ട്രെൻഡിങ് സോഫ്റ്റ്വെയറാണ് വാട്സപ്പ് CRM സോഫ്റ്റ്വെയർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ഒരു കസ്റ്റമർ, ഒരു വാട്സപ്പ് വഴി ഒരു എൻക്വയറി ഇടുന്ന ഒരു കസ്റ്റമേഴ്സിനെ അവർ ഫോളോ അപ്പ് ചെയ്ത് നമ്മളത് ക്ലോസിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. ഈ ടാസ്ക് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ അഭാവത്തിൽ പോലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് വാട്സപ്പ് CRM സോഫ്റ്റ്വെയർ. ഇതൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറാണ്. വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ അല്ല, തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതാണ് വാട്സപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഫോർമാറ്റ്. നോർമലി നമ്മൾ വാട്സപ്പ് വെബ് നമ്മൾ കണക്ട് ചെയ്യുന്നു. വാട്സപ്പ് വെബിനകത്ത് CRM സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറ്റി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നോർമൽ വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൻ്റെ കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ നമുക്ക് അഡീഷണലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, ഒരുപാട് കോൺടാക്റ്റുകളുണ്ട്. ആ കോൺടാക്റ്റിലേക്കൊക്കെ നമുക്ക് മെസ്സേജ് അയക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് മറ്റുള്ള നമ്മൾ ഓരോരുത്തർക്കും സിംഗിളായിട്ട് മെസ്സേജ് അയക്കുന്നതിന് പകരം ഒറ്റയടിക്ക് ഒരു ക്ലിക്കിനകത്ത് നമുക്ക് അവർക്കൊക്കെ മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിനകത്ത് എടുക്കാം. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിനടുത്ത് ഇവിടെ 1 to 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. 1 to 1 ഇതിനകത്ത് നമ്മുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. കോഡ് സഹിതം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എത്ര നമ്പറാണോ ആവശ്യമുള്ളത് ആ നമ്പറൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ മറ്റൊരു നമ്പറും കൂടി ആഡ് ചെയ്യാണ്. ഓക്കെ, 91 ഇതിനകത്ത് ആഡ് ചെയ്യണം. പുറത്തേക്കുള്ള ഏതെങ്കിലും രാജ്യത്തിലേക്കാണെങ്കിൽ ആ ഒരു നമ്പറും നമ്മളിവിടെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയക്കാനുള്ള മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നമ്പർ ഇവിടെ, നമ്മുടെ മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഉദാഹരണം ഈ ഒരു വാട്സപ്പ് CRM സോഫ്റ്റ്വെയർ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ കൊടുക്കുന്നത്. ആ ഒരു മെസ്സേജ് ഇവിടെ കൊടുത്തു. ഇനി എനിക്ക് ഇതിനകത്ത് നമ്മുടെ ഇമേജും ഫോട്ടോയും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് ഇമേജസ് ഒന്ന് കൊടുക്കാം. ഇമേജസ് ആഡ് ചെയ്യാം. ഇമേജ് നമ്മൾ എവിടെയാണോ നമ്മൾ ഇമേജ് വെച്ചിരിക്കുന്നത് ആ ഒരു ഇമേജ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് സേവ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സിലേക്കാണോ അയക്കേണ്ടത് ആ നമ്പേഴ്സൊക്കെ ഇവിടെ 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ എക്സൽ ഷീറ്റ് വഴി നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മുടെ മെസ്സേജ് ഇവിടെ സെൻഡ് ചെയ്യാം. വീഡിയോയോ മെസ്സേജോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവർ രണ്ടാളുകളുടെയും പേര് വിളിച്ചിട്ട് വേണം നമുക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഇവിടെ വേരിയബിൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ വാട്സപ്പ് നെയിമിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് ആ നെയിം വിളിച്ചിട്ടാണ് നമ്മൾ അവരെ അഭിസംബോധന ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഹലോ എന്ന് കൊടുക്കുകയാണ്. ഹലോ എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ വരണം. ഹലോ എന്ന് പറഞ്ഞാൽ അവരുടെ വാട്സപ്പ് പേര് വിളിക്കണം. അതിന് ശേഷമായിരിക്കണം ഈ ഒരു മെസ്സേജ് പോകുന്നത്. പിന്നെ ഒരു സംഭവം കൂടി പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിവ്യൂ കൊടുക്കുന്നു. പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇത് വാലിഡ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്ത് സ്റ്റാർട്ട് സെൻഡിങ് കൊടുക്കുന്നു. ഐ അണ്ടർസ്റ്റാൻഡ് പ്ലീസ് പ്രൊസീഡ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തു. ജസ്റ്റ് നമ്മളൊന്ന് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കാം, ഈ ഒരു മെസ്സേജ് ഇവിടെ അതിൻ്റെ 0% എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഈ നമ്പറിലേക്ക് മെസ്സേജ് പോകും. സോണ്ടോ ഈ നമ്പറിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. ഇനി അടുത്ത അതിന് മെസ്സേജ് പോയിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ കൊടുത്ത മെസ്സേജ് തന്നെ അല്ലേ പോയത്. ഓക്കെ, ആ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. ഇവിടെ ഹലോ യൂനുസ് സലീം എന്നുള്ള പേര് വന്നിട്ടുണ്ട്. പേര് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മെസ്സേജും ഇവർക്ക് പോയിട്ടുണ്ട്. രണ്ടാമത്തെ വേറൊരു നമ്പറിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നോക്കും അവരുടെ പേര് വിളിച്ചു, സഫ്ന പി എന്ന് പറഞ്ഞിട്ട് അവർ പേര് വിളിച്ചു. അതിനകത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സംഭവം പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പേഴ്സണലൈസ്ഡ് മെസ്സേജുകൾ ഓരോരുത്തർക്കും നമ്മൾ അയക്കേണ്ടത്.
ഇനി നമുക്ക് വാട്സപ്പിൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് ആണ്. ഇവിടെ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തുള്ള ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാണോ വേണ്ടത് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തേക്കും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത്തരം മെസ്സേജുകൾ എന്ത് ചെയ്യാം, നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് അയക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ ഗ്രൂപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ച് സ്റ്റാർട്ട് സെൻഡിങ് കൊടുക്കുന്നു, അണ്ടർസ്റ്റാൻഡ് കൊടുക്കുന്നു. അത് കൊടുത്തതിന് ശേഷം നേരെ ഈ ഒരു മെസ്സേജ് വാട്സപ്പ് ആ ഒരു ഗ്രൂപ്പിനകത്തേക്കാണ് പോകണമെങ്കിൽ ആ ഗ്രൂപ്പിനകത്തേക്ക് ഈ ഒരു സംഭവം പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ 0% ആണ്. ഇപ്പോൾ നോക്കൂ, ഈ ഒരു ബിസ്ക്രാഫ്റ്റ് ഓപ്പൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്കാണ്. ആ ഗ്രൂപ്പിനകത്തേക്ക് ഈ സംഭവം എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് പോയി കഴിഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതേപോലെ നമുക്ക് വാട്സപ്പിൽ നമ്മൾ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ. നമുക്കൊരു കസ്റ്റമേഴ്സൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ലേബൽ ചെയ്യും അല്ലേ. ലേബൽ എന്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഒരാളെ മാനേജ് ചെയ്യാൻ, നമ്മൾ പുതിയ കസ്റ്റമർ വരുന്ന സമയത്ത് അവരെ ലേബൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് കൃത്യമായിട്ട് അവരെ ട്രാക്ക് ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ലേബലുകളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെസ്സേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ലേബൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ബിസിനസ് വാട്സപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മുകളിൽ തന്നെ റൈറ്റ് ബട്ടണിൽ ലേബൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്ത് ആ ലേബലിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് ചെയ്യാം. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് സിംഗിൾ ക്ലിക്കിൽ 100 കണക്കിന് ആളുകളിലേക്ക് നമുക്ക് സിംഗിൾ മെസ്സേജ് അയക്കാം. ഇങ്ങനെ നമുക്ക് കസ്റ്റമറെ കൃത്യമായിട്ടും മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയുള്ള അടുത്തൊരു പ്രശ്നമാണ് നമുക്ക് ടാബ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഓൾ അൺറീഡ് ഇങ്ങനെ ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ കുറച്ച് സാധനം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചാണ്. ഇങ്ങനെ ഒരുപാട് ടാബ്സുകൾ ഇതിനകത്തുണ്ട്. ഈ ടാബുകളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെസ്സേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ഫസ്റ്റത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ടാബ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഈ ടാബ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റുകൾ, എത്ര ടെംപ്ലേറ്റുകൾ വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്ത് നോക്കാം. പിന്നീട് നമുക്ക് ഈ ടെംപ്ലേറ്റുകൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വൺസ് ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, പിന്നീട് നമുക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർക്ക് ഫ്ലോ എന്ന് പറയാം. വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് നമ്മളില്ലെങ്കിൽ പോലും റീപ്ലൈ വാട്സപ്പ് CRM ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കും. ഇപ്പോൾ നമുക്കറിയാം, ചില കമ്പനികളുടെ മെസ്സേജിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വാട്സപ്പ് CRM നിങ്ങൾക്ക് ആൻസർ തരും. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ആഡ്സും ഇൻസ്റ്റഗ്രാമിൽ ആഡ്സും എല്ലാ ആഡ്സും കൊടുക്കുന്നത് ചില വേർഡുകൾ ഉപയോഗിച്ചാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, വാട്സപ്പ് CRM അവൈലബിൾ എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആഡ് കൊടുത്തിട്ടുണ്ട്. ആ ആഡ്സിനകത്ത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. ഇനി ഒരു കസ്റ്റമർ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, വാട്സപ്പ് CRM അവൈലബിൾ എന്നൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഞാൻ ഇതിനകത്തേക്ക് എൻ്റെ സ്ക്രീനിൽ കൃത്യമായിട്ട് നോക്കാം. ഞാൻ വാട്സപ്പ് CRM അവൈലബിൾ എന്നൊരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്. കണ്ടോ, വാട്സപ്പ് CRM അവൈലബിൾ. ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ബോട്ട് റീപ്ലൈ കൊടുക്കുന്നു. നോക്കൂ, കണ്ടോ, ഈ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ അതിൻ്റെ ഒരു ഇമേജ് പോയി കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത കുറച്ച് സെക്കൻഡ് എടുത്തിട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്തൊരു ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് ചോദിച്ചു. ഞാൻ പോലും അതിൽ ഇൻവോൾവ്ഡ് അല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഞാൻ ഇതിൻ്റെ താഴത്ത് ഒരു മെസ്സേജ് ആയിട്ട് കൊടുത്തു. അപ്പം ഒരു കസ്റ്റമർ ഒരു റിപ്ലൈ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവർക്ക് വേണ്ട റിപ്ലൈകൾ കൃത്യമായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവരുടെ സംഭവം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു വാട്സപ്പ് ഈ വർക്ക് ഫ്ലോ എന്നുള്ളത്. ഒരു ചാറ്റ് ബോട്ടാണ്. ചാറ്റ് ബോട്ട് നമുക്ക് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരുപാട് ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആളുകൾക്കൊക്കെ ഈ രീതിയിൽ ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് വരാൻ വേണ്ടി പറ്റും. ഇനി അതേപോലെ നമുക്ക് സ്കെഡ്യൂൾഡ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ അയക്കാം. നമുക്ക് ഇത്ര ആളുകൾക്ക്, ഇപ്പോൾ ഉദാഹരണം ഒരു 100 ആളുകൾക്ക് ഇന്ന് രാവിലെ അവർക്ക് റിമൈൻഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ റിമൈൻഡർ കൊടുക്കാം. പേയ്മെൻറ്റ് കളക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിമൈൻഡർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിനകത്ത് നോക്കിയിട്ടില്ലെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് മെസ്സേജ് ചെയ്യും. ഇൻ കേസ് അതിന് റീപ്ലൈ കൊടുത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള വർക്ക് ഫ്ലോയുമായി കണക്ട് ചെയ്തിട്ടുള്ളൊരു മെസ്സേജ് ആണെങ്കിൽ അതിന് റീപ്ലൈയും വാട്സപ്പ് CRM കൊടുക്കും. ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ടൂളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ബൾക്ക് സെൻഡിങ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് ആൻഡ് വർക്ക് ഫ്ലോ. ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നുള്ളത് റിമൈൻഡറാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് നമ്മൾ റിമൈൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിമൈൻഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും കാര്യത്തിൽ നോട്ട്സ് ചെയ്ത് വെക്കണമെങ്കിൽ ആ നോട്ട്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വാട്സപ്പിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു പ്രീമിയം സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രീമിയം ട്രെൻഡിങ് സോഫ്റ്റ്വെയർ ആണ് വാട്സപ്പ് CRM സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിലവിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്.
നിലവിൽ ആർക്കെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്തിടും. കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ഉപയോഗിക്കാം. നല്ല രീതിയിൽ 10x ഗ്രോത്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.